3 പേര് നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാം. തെരച്ചിലിന് പോയ നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, മായും പാറക്കുട്ടിയും ഡാർലിയും, ആ 3 പേരിതാ സുരക്ഷിതരായി തിരികെ വന്നിരിക്കുന്നു. ആനകളുള്ള കാടാണ്. ആ കാട് ദൃശ്യങ്ങൾ ഇത് മാതൃഭൂമി ന്യൂസിന് മൂവരും സുരക്ഷിതരായി വനത്തിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം രക്ഷാദൌത്യത്തിന് പോയ സംഘവും. എന്താണ് എങ്ങനെ ഇത് രാത്രി മുഴുവൻ കാടിനകത്ത് നിന്നത്? ഞങ്ങളൊരു പാറയുടെ മേലെ കയറിയിരുന്നു. പേടി തോന്നിയില്ലേ? ഇപ്പൊ പേടി ഉണ്ടായിരുന്നു. ആനയുണ്ടല്ലോ. പശുവിനെ തേടി പോയതാണ്. പോയതാണ്. ഇങ്ങനെ വരുന്നു വിചാരിച്ചില്ല അല്ലെ? ഇല്ല ഇല്ല. വഴി തെറ്റി പോയതാണോ? ആനനെ കണ്ട് മാറിപ്പോയതാ. ഇതില് ഈ വൈകുന്നേരം ആയപ്പോ തന്നെ ആനക്കൂട്ടത്തിന്റെ എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ കൂടെയുള്ള ആളുകളൊക്കെയോ? ആളുകൾ വരുന്നുണ്ട്. മായയാണ് ഇപ്പൊ സംസാരിച്ചത്. ഡാർലിയാണ് അല്ലെ? ഡാർലി ചേച്ചിയാണ്. പേടിയായി പോയി ഒന്നല്ലേ? ഓക്കെയാണോ? സന്തോഷായി? വിചാരിച്ചിരുന്നു ആളുകൾ വന്ന് കണ്ടെത്തുന്നതാണ്? ഇങ്ങനെ പോയതാണോ ഉള്ളിലേക്ക്? ഒരുപാട് വലിയ ആനക്കൂട്ടമായിരുന്നു. കൂട്ടത്തോടെ വരികയായിരുന്നു. നടക്കാനൊക്കെ ഓക്കെയാണോ? ഓക്കെയാണ്. ഷുഗറൊക്കെ ഉണ്ടായിരുന്നോണ്ട് കുറച്ച് പേടിയായിരുന്നു അല്ലേ? 3 പേരും ഒരുമിച്ച് തന്നെ പാറക്കൂട്ടത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആനകൾ വരുമായിരുന്നോ? ആന വഴിക്ക് നിൽക്കുമായിരുന്നു. ഞങ്ങൾ വന്നപ്പോ വഴി തെറ്റിപ്പോയി അല്ലേ? അപ്പൊ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയി. കുറച്ച് ഉള്ളിലേക്ക് പോയി, കാടിന്റെ ഉള്ളിലേക്ക്. പേടി തോന്നി? രാത്രി മുഴുവൻ എങ്ങനെ ഇരുന്നു? നമ്മൾ ഈ പുറത്ത് നിന്നിട്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ എണീറ്റ് പാറയിൽ ഇരുന്നും കിടന്നും നിന്ന് പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് പോയി. വലിയൊരു പിരിഞ്ഞ പാറയാണ്. എന്നിട്ട് അതിന്റെ മുകളിൽ തന്നെ ഇരുന്നു രാത്രി മുഴുവനും. ഈ തിരയാൻ വന്ന മായച്ചേച്ചിയുടെ മകനൊക്കെ ഉണ്ടായിരുന്നു. അവര് നിങ്ങളെ വിളിച്ചു കണ്ടെത്തുകയായിരുന്നോ? വിളിച്ചപ്പോ കേട്ടതാണ്. വന്നു. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അവര് ഞങ്ങൾ അന്വേഷിച്ച് അങ്ങോട്ട് വരുമായിരുന്നു. നിങ്ങൾ ഇറങ്ങി ഇങ്ങോട്ട് അതേ വഴിക്ക് തന്നെ വരുമായിരുന്നു. വീടെത്തുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു അല്ലേ? രാത്രി ഉറങ്ങിയില്ല? ഇല്ല. പേടിച്ചുപോയി. ഇപ്പൊ ഒന്ന് ചിരിച്ചേ. ഒന്ന് നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല അല്ലെ? എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ പറയുമായിരുന്നേ ഈ ഇത്രയും വലിയ കാടൊക്കെ പരിചയമുണ്ട്, എന്നാലും ഈ ആനക്കൂട്ടം ഒക്കെ ഉള്ളപ്പോ എങ്ങനെ നിങ്ങൾ നേരം വെളുപ്പിക്കുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു? ഭയങ്കര ധൈര്യമാണല്ലോ അല്ലെ? കൂട്ടത്തിലുള്ള പ്രായമായ ചേച്ചി ഉണ്ടായിരുന്നു. അതൊരു പേടിയായിരുന്നോ ഈ രാത്രിയൊക്കെ നടന്നു വരാന്നുള്ളത്? ധൈര്യമായിരുന്നു. ഇത് നിങ്ങൾ ഈ പാറക്കൂട്ട ആനയെ പേടിച്ചാണോ പാറന്റെ മുകളിലേക്ക് കയറിയത്? അവിടെ തന്നെ എന്നിട്ട് നേരം വെളുപ്പിച്ചിരുന്നു? അതെയോ വേറെ സ്ഥലത്തേക്ക് മാറിയില്ല? ഞങ്ങൾ അവിടെ തന്നെ നേരം വെളുപ്പിച്ചു. ഈ തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴാണോ ആനേനെ കണ്ട് വഴിതെറ്റി പോയത്? തിരിച്ചു കൊണ്ട് വരാനേ. പശുവിനെ കാണാത്തോണ്ട് തിരിച്ചു വരാൻ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും ആനക്കൂട്ടം വന്നു. അപ്പോ നിങ്ങൾ ഒരു വേറെ സ്ഥലത്തേക്ക് ഓടേണ്ട വന്നു. അവിടെ തന്നെ ഇരുന്നു അല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാറയാണ്. എന്റെ മോളിൽ കയറി പറ്റണമെങ്കിൽ പാടാണ്. കയറി 3 ആളെ പ്രായമുള്ള ചേച്ചിനെ കൊണ്ടൊക്കെ കയറാൻ പറ്റിയായിരുന്നോ? ഭയങ്കര പാടുപെട്ടാ എന്റെ മോളിൽ കയറിയത്. പിന്നെ അവിടെ തന്നെ ഇരുന്നു. ഫോണില് റേഞ്ചും ഇല്ലായിരുന്നു. അതേ ഫോൺ ഓഫ് ആയതാണോ? റേഞ്ചില്ല. നടക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു മേലിനൊരു വിറയുണ്ട്. പക്ഷെ അതാ 2 പേരും കയ്യിൽ മുറുക്കെ പിടിച്ച് സൂക്ഷിച്ചിറങ്ങണേ ചേച്ചി. എന്തായാലും എന്താ ഡാർലി ചേച്ചിയാണ് പറഞ്ഞത്. ഡാർലി ചേച്ചിയും മായയും പാറക്കുട്ടി അമ്മയും കൂടിയാണ് പോയത് തെരച്ചിലിന് വേണ്ടി. ഈ പശുവിനെ കണ്ടെത്താൻ വേണ്ടി പോയത്. 3 പേരും പോവുകയായിരുന്നു. അതിനിടയിൽ പശുവിനെ കാണുന്നില്ല. തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴാണ് ഈ വഴി തെറ്റി പോയതല്ലേ? അതെ. ഇവരെ കണ്ടപ്പോ എന്ത് തോന്നി നിങ്ങൾക്ക്? ഇവരെ ഇങ്ങനെ ആളുകൾ തെരഞ്ഞു വരുന്നുണ്ടെന്നൊക്കെ സൂചന ഉണ്ടായിരുന്നോ? ഞങ്ങള് അങ്ങനെ ഒന്നും രാവിലെ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കൂടി തിരിച്ചു ഇറങ്ങി പോരാൻ തുടങ്ങിയപ്പോഴാണ് ഇവരെ കണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് തറന്നിങ്ങോട്ട് വരാന്നായിരുന്നു വിചാരിച്ചായിരുന്നു. വഴിയൊക്കെ അപ്പോഴേക്കും വെളിച്ചം വന്നപ്പോ കുറച്ചുകൂടി ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ? ഭക്ഷണം ഒന്നും കഴിച്ചില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. 1 മണിക്ക് ഭക്ഷണം കഴിക്കാണ്ട് പോയതാണോ? അതെ. സാധാരണ ഇങ്ങനെ പോകാറുള്ളതാണോ? ഈ പശുവിനെ കാണാതാകുമ്പോ ഒരുമിച്ച് എല്ലാരും കൂടി തെരഞ്ഞു പോകാറുള്ളതാണോ? 2 പ്രാവശ്യം ഞങ്ങള് ഇങ്ങനെ കാട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നേരെ വേഗം തിരിച്ചു വരാൻ പറ്റിയായിരുന്നു. ഇത് ആന ഇടയിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വഴിതെറ്റി പോയതല്ലേ? നിങ്ങള് കൂട്ടത്തിലുണ്ടായിരുന്ന? ഞങ്ങൾ സിവിൽ ഡിഫൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സിവിൽ ഡിഫൻസ് ആൻഡ് ഫയർ റെസ്ക്യൂ ടീം. ഞങ്ങൾ ഭയങ്കര ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്തായിരുന്നു. ഞങ്ങൾ 2 ബാച്ചായിട്ട് തിരിഞ്ഞ് സെർച്ച് നടത്തുമായിരുന്നു. ഞങ്ങൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ആയിരുന്നു അവിടെ. ചേച്ചിനെ മുറുകെ പിടിച്ചിട്ടുണ്ടല്ലോ. ടയർഡാണ്.
പക്ഷെ നടന്നു വരാൻ ഓക്കെയാണെന്ന് അവർ പറഞ്ഞു അല്ലേ? ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും, വീട്ടിൽ നിന്ന് മാറിയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഒരു രാത്രി മൊത്തം ആനക്കൂട്ടത്തിൻ്റെ ചുറ്റും കഴിയുന്നതിൻ്റെ ഒരു സ്ഥിതി അറിയാലോ. ഞങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു. ഈ പശു തിരിച്ചെത്തിയത് അറിഞ്ഞിരുന്നോ അല്ലേ? ഇവര് പറഞ്ഞു പശു തിരിച്ചെത്തി പറഞ്ഞു. ഫോണിന്റെ റേഞ്ച് പോണേക്കുമ്പോ കിട്ടിയായിരുന്നു. വിളിച്ചിരുന്നു. പിന്നെ ഫോണിന്റെ റേഞ്ച് പോയല്ലേ, അതുകൊണ്ട് ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. വിളിക്കാൻ പറ്റിയില്ല. വീട്ടിലെല്ലാരും വിളിച്ചോ? വീട്ടിൽ വിളിച്ച് പറഞ്ഞ് സംസാരിക്കാൻ പറ്റിയോ? ഇല്ല. നിങ്ങളുടെ പക്ഷേ നിങ്ങൾ സുരക്ഷിതരാണെന്ന് നമ്മൾ അറിഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന ആളെ വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായിട്ടുണ്ടാവും അല്ലേ? പാറുകുട്ടി പുറകിലുണ്ട്. എന്താ